ഹായ് കൂട്ടുകാരെ, ഇതേ ഒരാൾ തയ്യൽ പഠിക്കാൻ പോയതേ. ഇന്നലെ തൊട്ട് പോയത്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവൾക്ക് വേണ്ട. അങ്ങനെ അവളത് പൈസ കൊടുത്ത് പുറത്തുനിന്ന് പഠിക്കണത്. ആദ്യത്തെ തയ്യല കോരിത്തയ്യലും ഹെമ്മിങ്ങും റണ്ണിങ്ങും ഒക്കെ പഠിക്കാൻ പോയത്. പണ്ടത്തെ ഓർമ്മ വരണുണ്ട്. പണ്ട് ഞങ്ങൾ പഠിച്ചപ്പോൾ ഇതുപോലൊരു വെള്ള തുണിയിൽ തയ്ച്ചിട്ടുണ്ട്. ഇപ്പം ദേ ഇന്ന് പോണ്ട, നാളെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് മറ്റൊരു തച്ചുകൊണ്ടിരിക്കുകയാണ്. തച്ചിട്ടങ്ങോട്ട് ശരിയാവണില്ല. പറഞ്ഞു കൊടുത്തിട്ട് തലയിലിട്ട് വേറൊന്നുമില്ല. അത് തച്ചത് കാണിക്കും. ഈ പഠിത്തം മാത്രമല്ല കേട്ടോ, ആള് വേറെയും പഠിത്തമുണ്ട്. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം കേട്ടാ. ഇറങ്ങി അമ്മച്ചിയുടെ മുഖം ഒന്ന് കാണിച്ചേ. അമ്മച്ചി, തയ്യൽക്കാരി ജാനു. ഈ വീട്ടിലെ തയ്യൽക്കാരി ജാനു ഇരിക്കുന്നുണ്ടല്ലോ. അപ്പം ഇന്നലെ തൊട്ട് പഠിക്കാൻ തുടങ്ങി കേട്ടാ എന്റെ മൂത്ത മോള്. അവിടെയൊന്ന് കൊടി കാണിക്കാം ഇങ്ങനെ. അപ്പൊ നമ്മുടെ മക്കൾക്കൊക്കെ ഒരു കൈത്തൊഴിലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം പഠിപ്പിക്കണം. പഠിത്തത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പം ഒരു പെണ്ണിന് വേണ്ടത് എല്ലാമാണ്. തയ്യല് വേണം, വീട്ടുജോലി. പഠിത്തത്തിന്റെ കൂടെ നമ്മുടെ മക്കള് അടുക്കള പണി പഠിച്ചിരിക്കണം. പിന്നെ അവർക്ക് സ്വന്തമായിട്ട് ഒരു തൊഴിൽ പഠിക്കണമെങ്കിൽ പലതും ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെയാണ് ഇതേ തയ്യൽ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാലത്ത് ഡ്രൈവിങ്ങും പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് അവള് പഠിച്ചോളും. നമ്മളെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റണം മാക്സിമം. ഇതേ പിള്ളേർ വെളിയിൽ ഇവിടെ നിന്ന് ഒച്ചയും ബഹളം. 2 ദിവസം കഴിഞ്ഞ് അവന്റെ ബർത്ത്ഡേ ആണ്, ഇവന്റെ ബർത്ത്ഡേ. അപ്പൊ കൂട്ടുകാരെ, ഞാനൊരു കാര്യം പറഞ്ഞത് എനിക്ക് വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്, എനിക്ക് സങ്കടമുള്ളൊരു കാര്യമാണ്. കാരണം നമുക്ക് അറിയാന്നുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടിട്ട് നമുക്ക് വിഷമമുണ്ട്. ഞങ്ങൾക്ക് അറിയാന്നുള്ളൊരു ചേട്ടനാണ്. ആ ചേട്ടന്റെ മോള്, ചേട്ടൻ അന്ന് എന്റെ പ്രായമാണോ എന്നെക്കാട്ടി പൈസ എനിക്കറിയത്തില്ല, അതുകൊണ്ടിട്ട് ഒരു സഹോദരൻ. ആ പുള്ളിയുടെ മകളെ എനിക്കറിയത്തില്ല, എന്റെ അനിയത്തിക്ക് അറിയാം. അപ്പൊ അവള് വിളിച്ച് പറഞ്ഞതാണേ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച മൊബൈല് കൊടുക്കാത്തോണ്ടിട്ട് റൂമിൽ കയറി തൂങ്ങി മരിച്ചു. ഇപ്പം ബോഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണെന്ന്. അപ്പൊ ഇത് പറഞ്ഞപ്പോ അവൾക്ക് വിശ്വാസം വന്നില്ല കേട്ടോ. കാരണം കൊച്ചിങ്ങനെ ചെയ്യുമോ എന്നുള്ള പ്രതീക്ഷയില്ല. കാരണം ഇവള് എന്റെ അനിയത്തിയുടെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു കൊച്ച. ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല സംസാരിക്കുമ്പോ നല്ല സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. നല്ലൊരു കൊച്ച. മൂത്തോള് പിന്നെ +2 ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. വേറെ എന്തോ കോളേജിലൊക്കെ പഠിക്കുന്നുണ്ട്. ഇളയ കൊച്ച് 10ാം ക്ലാസ്സിലെന്ന് പറഞ്ഞ്. അപ്പൊ അവളടുത്ത് പറഞ്ഞപ്പോ അവള് 1-2 ആൾക്കാരെ വിളിച്ച് ചോദിച്ചു അവൾക്ക് വിശ്വാസം വരാത്തോണ്ടിട്ട് ഈ കുഞ്ഞിന്റെ അച്ഛനെ വിളിച്ചപ്പോ അച്ഛൻ ഫോൺ എടുത്തില്ല. അച്ഛൻ്റെ അനിയനോ ചേട്ടനോ ആരോ ഫോൺ എടുത്തിട്ട് പറഞ്ഞ് സംഭവം ശരിയാണെന്ന് പറഞ്ഞ് ബോഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെന്ന് പറഞ്ഞു. കേട്ടപ്പോഴും അവള് ഭയങ്കര കരച്ചില്ല. കാരണം എന്താണെന്നറിയാം, അവർക്ക് അറിയാന്നുള്ളത്, എത്രയോ വർഷകാലം കൊണ്ട് അവർക്കൊക്കെ അറിയാന്നുള്ളതാണ്. അപ്പൊ ആ കൊച്ചിനെ അറിയാം. ഞാൻ പറഞ്ഞു വരണ വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ പിള്ളേരുടെ മൊബൈലിന്റെ ഉപയോഗം. ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടതേ ഉള്ളൂ ഫേസ്ബുക്കിൽ. ഒരു 17 വയസ്സുകാരൻ മൊബൈലിൽ ഒരു മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ 17 വയസ്സുകാരന് ഒരാള് അടിച്ച് ഈഞ്ച പരുവാക്കണം ഒരു വീഡിയോ ആണ് കണ്ടത്. പലയിടത്തും ഇപ്പൊ മൊബൈലിന്റെ ഉപയോഗം കാരണം പിള്ളേർ കയറി ആത്മഹത്യ ചെയ്യണ ഒരു പ്രവണത ഇപ്പൊ കണ്ടുവന്നിട്ടുണ്ട്. അത് മാക്സിമം സ്കൂളുകളിൽ, സ്കൂള് തുറന്ന ഉടനെ നിങ്ങൾ ഒരു കൗൺസിലിംഗ് കൊടുക്കണം, നല്ലതാണ്. നമ്മൾ എത്ര പറഞ്ഞാലും ഈ പിള്ളേർ കേൾക്കത്തില്ല. ഞങ്ങളുടെ വീട്ടിലായിരുന്നാലും ശരി, മറ്റുള്ള വീട്ടിലായിരുന്നാലും ശരി, നമ്മൾ എത്ര പറഞ്ഞാലും ഈ പിള്ളേർ ആരും കേൾക്കത്തില്ല. അതുകൊണ്ടിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ സ്കൂള് തുറക്കണ ആ സമയത്ത് ക്ലാസ് തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് മാക്സിമം എല്ലാവരും, മുതിർന്ന കുട്ടികൾ, അതായത് കൊച്ചു പിള്ളേർ തൊട്ട് വലിയ കുട്ടികൾ വരെ ഇപ്പൊ മൊബൈലിന്റെ ഉപയോഗം ഇല്ലെങ്കിൽ അവർക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. ദയവ് ചെയ്ത് എല്ലാവരും ഇതൊരു അറിയിപ്പായിട്ട് ദയവ് ചെയ്ത് എടുക്കണം. സ്കൂളിനകത്ത് കയറി കഴിഞ്ഞാൽ സ്കൂൾ തുറന്ന് പഠനം തുടങ്ങുമ്പോൾ, പുസ്തകം പഠിച്ച് തുടങ്ങും മുമ്പേ അവർക്ക് ആദ്യത്തെ കൗൺസിലിംഗ് കൊടുക്കേണ്ടത് മൊബൈലിന്റെ ഉപയോഗത്തെ പറ്റിയായിരിക്കണം. അത് എത്രത്തോളം നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക. കുട്ടികളിൽ നിന്ന് മൊബൈൽ മാറ്റി വയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക. കുട്ടികൾ മൊബൈൽ കൈകൊണ്ട് എടുക്കാതിരിക്കാൻ മാക്സിമം സ്കൂളിൽ നിന്ന് തന്നെ പറഞ്ഞു വിടേണ്ട ആവശ്യമാണ്. കാരണം വീട്ടിലുള്ളവർ പറയും പോലെ അവർ കേൾക്കത്തില്ല. വീട്ടിലുള്ളവർ പറഞ്ഞ് മൊബൈൽ പിടിച്ചു മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ പിള്ളേർ പല കുറ്റകൃത്യങ്ങളും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത് മെയിനായിട്ട് ഒരു വീഡിയോ ആയിട്ട് എടുത്തിടാന്ന് വിചാരിച്ച് പറഞ്ഞത് കേട്ടോ. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക്, സപ്പോർട്ട് ചെയ്യണം.